ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും അതേപോലെ അപ്രോച്ചസ് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ക്ലാസ്സിലോട്ട് കിടക്കാം. ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് രണ്ട് തരത്തിലുള്ള ഫങ്ഷനാണ് വരുന്നത്. മാനേജീരിയൽ ഫങ്ഷനും ഓപ്പറേഷണൽ ഫങ്ഷനും. മാനേജീരിയൽ ഫങ്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് മാനേജേഴ്സ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതോറിറ്റീസ്, അവരാണ് പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷനോ പുതിയ പോളിസീസോ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്തിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷന് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് ഇൻവോൾവ് ആയിട്ട് വരുന്ന ഓരോ ഫങ്ഷൻസിനെയും മാനേജറിയൽ ഫങ്ഷൻ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. മാനേജർ ഫങ്ഷൻ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ്സിലും മാനേജറൽ ഫങ്ഷൻ അതായത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നു. ആദ്യം തന്നെ നമുക്ക് പറയാം പ്ലാനിങ്. എംപ്ലോയീസിനെ സംബന്ധിച്ച് എന്താണ് പ്ലാനിങ്ങിൽ വരുന്നത്? ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സാണ് തീരുമാനമെടുക്കുന്നത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് നമുക്ക് ന്യൂ റിക്രൂട്ടീസ് വേണം. ഈ പറയുന്ന റിക്രൂട്ടീസിനൊക്കെ നമുക്ക് എവിടുന്നാണ് നമുക്ക് ലഭിക്കുക? ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് നമുക്ക് വേണ്ടത്. ഡിസൈഡിങ് ദ സോഴ്സ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് നമ്മൾ എവിടുന്നാണ് നമുക്ക് നമ്മുടെ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, ടാലൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ള ഓരോ എംപ്ലോയീസ്, ഓരോ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുക, എവിടുന്നാണ് നമുക്ക് ലഭിക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നമ്മൾ ഓരോ പബ്ലിക്കിനും ഓരോ ഇൻഡിവിജ്വൽസും ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ജോലി കിട്ടാൻ വേണ്ടി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്മൾ എന്തായാലും ഫോം ഫിൽ ഔട്ട് ചെയ്യും. അപ്പോൾ ഒരു ഓർഗനൈസേഷന് വേണമെങ്കിൽ ടാലൻറ്റഡ് ക്വാളിഫൈഡ് എംപ്ലോയീസിന് വേണമെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഓരോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവർക്ക് ആവശ്യമായുള്ള പ്രൊഫൈലോ ബയോഡാറ്റാസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡിറ്റർമിനേഷൻ ദ സോഴ്സ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്, അതോടൊപ്പം തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ്. എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, എവിടെ വെച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ഔട്ട്സൈഡ് ട്രെയിനിങ്, ഫീൽഡ് ട്രെയിനിങ് ആണോ കൊടുക്കേണ്ടത്, അത് അക്കൗണ്ട്സിന് റിലേറ്റഡ് ആയിട്ട് അവർക്ക് കോച്ചിങ് ആണോ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്ലാനിംഗ് എന്ന് വരുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എംപ്ലോയീസിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അവിടെയും ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. എത്ര നമ്പർ ഓഫ് എംപ്ലോയീസിനെ വേണം, എവിടുന്നാണ് നമ്മൾ എംപ്ലോയീസ്, ടാലൻറ്റഡ് എംപ്ലോയീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അതേപോലെ തന്നെ റിക്രൂട്ട് ചെയ്താൽ മാത്രം പോരാ, അവർക്കുള്ള ഓറിയൻറ്റേഷനും അവർക്കുള്ള ട്രെയിനിങ്ങും എവിടെ വെച്ചാണ് നമ്മൾ കൊടുക്കുക, എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്, ഇതിന് തക്കതായ രീതിയിൽ പ്ലാനിങ് നമുക്ക് വേണം. നെക്സ്റ്റ് ആണ് ഓർഗനൈസിങ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എവിടെ നിന്നാണ് ഓർഗനൈസിങ് വരുന്നത്? ഓർഗനൈസിങ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ദ ടാസ്ക് എമോങ് ഇറ്റ്സ് എംപ്ലോയീസ്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയിക്കും, ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയിനും ഇതാണ് നിങ്ങൾ ഫങ്ഷൻ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റ് ഇത്രയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്യേണ്ട ഏത് ആക്ടിവിറ്റിയിലാണ്, അത് തക്കതായ രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓരോ എംപ്ലോയിനും അവരുടെ കേപ്പബിലിറ്റിയും അവരുടെ എബിലിറ്റി, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ടാലൻറ്റ്, അവരുടെ സ്ട്രെങ്ത്ത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ എംപ്ലോയിനും നമ്മൾ ടാസ്ക് അല്ലെങ്കിൽ അവർക്കുള്ള ആക്ടിവിറ്റി, ജോബ് പൊസിഷൻ നമ്മൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഓരോ പൊസിഷനും, ഓരോ ജോബ് പൊസിഷനും ഏതൊക്കെ എംപ്ലോയിക്ക് നമ്മൾ വീതിച്ച് കൊടുക്കണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഓരോ ടാസ്കും ഏതൊക്കെ എംപ്ലോയിക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഓർഗനൈസിങ്ങിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് ഈസ് റെഫേർഡ് ടു ഇൻസ്ട്രക്ഷൻസ്, ഗൈഡൻസ്, മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മളിങ്ങനെ ടാസ്ക് ഓർഗനൈസ് ചെയ്താൽ മാത്രം പോരാ, ഇങ്ങനെ ഓരോ എംപ്ലോയീസിനുള്ള ആക്ടിവിറ്റീസ് അവർക്ക് വീതിച്ച് കൊടുത്താൽ മാത്രം പോരാ, അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യണം, നമ്മൾ അവരെ ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ് ഈ പറഞ്ഞ എംപ്ലോയീസിനെ ലീഡ് ചെയ്യണം. അവർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അവർക്ക് തക്ക രീതിയിലുള്ള ഗൈഡൻസ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ഗൈഡ് ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ആ ഗൈഡിനെ അപ്രോച്ച് ചെയ്താൽ മാത്രം മതി, ഉള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ആ ഗൈഡ് നമുക്ക് ലഭിക്കുന്ന ഒപ്പീനിയൻസ്, അഡ്വൈസൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലോട്ട് വരുമ്പോൾ അവിടുത്തെ സൂപ്പർവൈസേഴ്സിൻ്റെ ചുമതലയാണ്, സൂപ്പർവൈസേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ വരുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും ഡയറക്റ്റ് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള അഡ്വൈസും ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ഫാക്ടർ കൂടി പ്രൊവൈഡ് ചെയ്യണം. അതായത് നിങ്ങൾ ഈ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ
ബൈ മന്ത് എൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി കറക്റ്റായിട്ട് വരികയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ടാർഗറ്റ് ഓവർ ദ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇൻസെൻറ്റീവ്സും ബോണസും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു മോണിറ്ററി മോട്ടിവേഷണൽ ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെയ്ഡ് ഹോളിഡേയ്സ് വരും. ഇറ്റ്സ് ഓൾസോ മോണിറ്ററി മോട്ടിവേഷണൽ ഫാക്ടർ. അപ്പോൾ ഡയറക്റ്റ്ലി പറയുന്നത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ടാസ്ക് അലോക്കേറ്റ് ചെയ്താൽ മാത്രം പോരാ, ടാസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ അവർക്ക് ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും മോട്ടിവേഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ് ആണ് കോർഡിനേഷൻ. What is the main function of an organization? The main function of any organization is to achieve their organizational objectives or goal. അവർ ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് സെറ്റ് ചെയ്ത ടാർഗറ്റ് അത് അച്ചീവ് ചെയ്തെടുക്കുക, അവർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുകയായിരിക്കും ഏതൊരു ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് വരുന്നത്. ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ, ഈ ടാർഗറ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങണമെങ്കിൽ നമ്മുടെ അടിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ വേണം, ഒരു കോപ്പറേഷൻ വേണം, ഒരു യൂണിറ്റി വേണം. ഈ ഒരു കോർഡിനേഷനും ഈ ഒരു നല്ല എംപ്ലോയീസ് തമ്മിലുള്ള നല്ലൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓർഗനൈസേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓഫീസ് ടൂറ് അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്സിൽ ഗെറ്റ് ടുഗദർ, ഈ പറയുന്ന ഓരോ മീറ്റിങ്സും കണ്ടക്ട് ചെയ്യുന്നത്, ഇതേപോലെ ഓരോ ടൂറും കണ്ടക്ട് ചെയ്യുന്നത് എംപ്ലോയീസ് തമ്മിൽ നല്ല റിലേഷൻഷിപ്പ്, എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ലൊരു കോർഡിനേഷൻ യൂണിറ്റി ലഭിക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ആണ് കൺട്രോളിങ്. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ തീരുമാനമെടുക്കുന്നുണ്ടാവും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അതോറിറ്റീസ്. അതായത് ഇതൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഓരോ എംപ്ലോയിയും അച്ചീവ് ചെയ്യുന്ന ടാർഗറ്റ് ഇതാണെന്നും ഓരോ എംപ്ലോയിയും ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദ പോളിസീസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ ഇന്ന കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ടാവും. ഏറ്റവും അവസാനം വരുന്ന ഫാക്ടറാണ് കൺട്രോളിങ്. അതായത് ഈ പറഞ്ഞ എംപ്ലോയീസ് നമ്മൾ ടാസ്ക് അലോക്കേറ്റ് ചെയ്തു, അവർക്ക് അതിൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഗൈഡൻസ് കൊടുത്തു. ഇത് മാത്രം ചെയ്താൽ പോരാ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവർ ഓർഗനൈസേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷനും ഓർഗനൈസേഷൻ്റെ ഡിസിപ്ലിനും ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇത് ബേസ് ചെയ്തിട്ടാണ് കൺട്രോളിങ് പറയുന്നത്. കൺട്രോളിങ് ഈസ് എ മെഷർ ടു അനലൈസ് ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട് ഈസ് ഒക്വറിങ് ആസ് പെർ ദി ഓർഗനൈസേഷണൽ പ്ലാൻ. നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത്, ഇതിന് നമ്മുടെ കയ്യിൽ ഒരു കൺട്രോളിങ് ഫാക്ടർ വേണം. നമ്മുടെ എംപ്ലോയീസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പിന്നെ പോലെ ഓരോ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന സൂപ്പർവിഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഈ പറയുന്ന കൺട്രോളിങ് ഫാക്ടർ നമ്മുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ആണ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. പ്രൊക്യൂർമെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, മെയിൻ്റനൻസ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, പേഴ്സണൽ റെക്കോർഡ്സ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ടെർമിനേഷൻ. നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും റിപ്പീറ്റേഷൻ തന്നെയാണ് ഓരോ ഫംഗ്ഷനിലും ഓരോ ആക്ടിവിറ്റീസിലും വരുന്നത്. ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ നമ്മൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കണം. പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗീവൺ ടു എംപ്ലോയീസ് ഫോർ ഇൻക്രീസിങ് ദ സ്കിൽ, ദർ എബിലിറ്റി, ദർ ടാലൻറ്റ്. അവർക്ക് തക്കതായ രീതിയിൽ അവർക്ക് വളർച്ച വരാൻ വേണ്ടി, അവർക്ക് ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പ്രോപ്പർ ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസിന് മാത്രമല്ല, പകരം കറൻ്റ്ലി വർക്കിംഗ് എംപ്ലോയീസിന് കൂടി നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. ഇഫ് യു ആർ ബൈയിങ് എ ന്യൂ മെഷീനറി, ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ അതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള മെഷീനറി ആണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അത് മനസ്സിലാക്കി കൊടുക്കണം. അതിനുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വരുന്ന ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിൻ്റെയും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കുകയും അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കോച്ചിങ്, കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. കോമ്പൻസേഷൻ, മെയിൻ്റനൻസ്. കോമ്പൻസേഷനിൽ ഉദ്ദേശിക്കുന്നത് സാലറി ആൻഡ് വേജസ് ആണ്, ഇൻസെൻറ്റീവ്സ് ആണ്, ബോണസ് ആണ്. ഇഫ് യു ആർ എ പേഴ്സൺ വിത്ത് എ ഹൈലി ടാലൻറ്റഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് യു ആർ ഗെറ്റിംഗ് ലോ പെയ്ഡ്, അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ യു വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ് ഇൻ വർക്കിംഗ് ഇൻ ദറ്റ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ നിങ്ങൾ വേറൊരു ഓർഗനൈസേഷനോട് നിങ്ങൾ എന്തായാലും മാറും. അപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷനും നമ്മുടെ ടാലൻസ്, നമ്മുടെ കേപ്പബിലിറ്റീസ് എന്താണ് ഓർഗനൈസേഷൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് നമുക്ക് പേയ്മെൻറ്റ് ലഭിച്ചെങ്കിൽ മാത്രമേ എംപ്ലോയീസിന് ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കത്തുള്ളൂ. കോമ്പൻസേഷൻ ഉദ്ദേശിക്കുന്നത് ഓരോ എംപ്ലോയീസിൻ്റെ ടാലൻറ്റ് മനസ്സിലാക്കി അവർക്ക് തക്കതായ രീതിയിലുള്ള വേജസ് പ്രൊവൈഡ് ചെയ്യണം. അവരുടെ ഗ്രേറ്റ് പൊസിഷൻ മനസ്സിലാക്കി ആ ഗ്രേറ്റ് പൊസിഷൻ അനുസരിച്ചുള്ള വേജസ്, സാലറി പ്രൊവൈഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബോണസ് പ്രൊവൈഡ് ചെയ്യണം, സാലറി ഇൻക്രിമെൻറ്റ് വേണം. അതേപോലെ നമുക്കുള്ള സോഷ്യൽ സെക്യൂരിറ്റീസും ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് കോമ്പൻസേഷനിലൊക്കെ പറയുന്നത്. വെൽഫെയർ ആക്ടിവിറ്റീസിൽ പറയുന്നതോ
ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ എംപ്ലോയീസിന് സാലറിയും വേജസ് മാത്രം കൊടുത്താൽ മാത്രം പോരാ, പകരം അദ്ദേഹത്തിനുള്ള സോഷ്യൽ സെക്യൂരിറ്റി നീഡ്സ്, മെഡിക്കൽ സെക്യൂരിറ്റി, ഫാമിലി പെൻഷൻ പ്ലാൻ, ഇതേപോലത്തെ ഓരോ നീഡ്സും ഓർഗനൈസേഷൻ കൂടി ഹെൽപ്പ് ചെയ്യണം അച്ചീവ് ചെയ്യാൻ വേണ്ടി. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൂൾസ് ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് എല്ലാ ഓർഗനൈസേഷനും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും അവർക്ക് പെൻഷനും ഗ്രാറ്റുവിറ്റിയും പ്രൊവിഡൻറ്റ് ഫണ്ടും അതോടൊപ്പം തന്നെ ESI സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇങ്ങനത്തെ റൂൾ ആൻഡ് റെഗുലേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി, ഫാമിലി നീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഈ ഒരു വെൽഫെയർ ആക്ടിവിറ്റീസിൻ്റെ നീഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് പല ഓർഗനൈസേഷനിലും എല്ലാ വർഷവും ഒരു ആനുവൽ ഗെറ്റ് ടുഗദർ, ഒരു ആനുവൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും, കൾച്ചറൽ ആക്ടിവിറ്റീസ് പോലെ. ഒരു ദിവസം ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും ഒരു ഫ്രീ പെയ്ഡ് ലീവ് കൊടുക്കുകയും അതിനനുസരിച്ച് അവർ കൾച്ചറൽ ആക്ടിവിറ്റീസ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഓർഗനൈസേഷൻ്റെ ഗോൾസിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം, നിങ്ങളുടെ ഗോൾസും കൂടി ഞങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നിവയുള്ളൊരു ധാരണ കൊടുക്കാൻ വേണ്ടിയാണ് ടു ക്രിയേറ്റ് ആൻ ഇംപ്രഷൻ അപ്പോൺ ദി എംപ്ലോയീസ്. ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഓർഗനൈസേഷൻ ഇതേപോലെ ഓരോ ആക്ടിവിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് മെയിൻ്റനൻസ്. ഇവിടെ പറയുന്ന ഓർഗനൈസേഷൻ്റെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് കണ്ടീഷനെ കുറിച്ചാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം ഏതൊരു എംപ്ലോയിക്കാണെങ്കിലും. നല്ല വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യണം, ലൈറ്റിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. IT പീപ്പിൾ ആണെങ്കിൽ, ഇൻഫർമേഷൻ ടെക്നോളജി വർക്ക് ചെയ്യുന്ന പീപ്പിൾ ആണെങ്കിൽ അവർക്കുള്ള ലാപ്ടോപ്പ് പ്രൊവൈഡ് ചെയ്യുക, അവർക്കുള്ള കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യണം, പവർ ഷട്ട് ഡൗൺ ഉണ്ടാവാണ്ട് അവർക്കുള്ള റിക്രിയേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഈ പറഞ്ഞ ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ്റെ ഗോൾസും അതേപോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ ഗോൾസും നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് അപ്രോച്ചസ് ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തപ്പോൾ തൊട്ട് എങ്ങനെയാണ് നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത് ആ ഒരു പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ട് ഓരോ തിയറീസ് അല്ലെങ്കിൽ ഓരോ അപ്രോച്ചസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ നോക്കുന്ന 3 അപ്രോച്ചസ് ആണ്: സിസ്റ്റം അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ച്, ഹാർവേഡ് അപ്രോച്ച്. നമുക്ക് ഓരോ തിയറി ബേസ് ചെയ്ത് നമുക്ക് നോക്കാം. ആദ്യതാണ് സിസ്റ്റം അപ്രോച്ച്. A system is said to be a set of elements joined together for a common objective. A system is composed of small elements known as subsystems that are interrelated. Human resource management can be considered as the central subsystem of an organization. This central subsystem is connected with other subsystems of organization through communication network. സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് കണ്ടിട്ട് ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൻ കമ്പ്യൂട്ടർ, ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഉണ്ടാകും. ആ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ, ഹെഡ് കമ്പ്യൂട്ടറാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സ് അവിടെ ഉണ്ടാകുന്നത്. ആ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൻ്റെ വർക്കിംഗ് ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടേഴ്സിന് വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ സിസ്റ്റം അപ്രോച്ചിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ് ഒരു സിസ്റ്റം. ആ ഒരു ഓർഗനൈസേഷനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഒരു സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിലൊരു സബ് സിസ്റ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, HRM, എംപ്ലോയീസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടിരിക്കും. ആ എംപ്ലോയി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടിരിക്കും ആ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റും ടൈംലി അച്ചീവ്മെൻറ്റ് ഓഫ് പ്രൊജക്റ്റും ടൈംലി കംപ്ലീഷൻ ഓഫ് പ്രൊജക്റ്റും ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ ഇൻ ദ മാർക്കറ്റ്. ഇതൊക്കെ ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, ആ ഒരു റാപ്പോ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ പറഞ്ഞ സിസ്റ്റത്തിലൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ സബ് സിസ്റ്റം റിലേറ്റഡ് ടു ദാറ്റ് മെയിൻ ഫ്രെയിം സിസ്റ്റം. As a central subsystem, human resource management interacts closely and continuously with all other subsystems. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്, എംപ്ലോയീസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മെയിൻ ഫ്രെയിമിൽ വരുന്നൊരു റിലേറ്റഡ് കൺസെപ്റ്റാണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ദ അതർ സബ്സിസ്റ്റം ആർ ഫിനാൻസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, പർച്ചേസ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനെ സംബന്ധിച്ച് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള പ്രൊഡക്ഷനോ മാർക്കറ്റിങ്ങോ ഫിനാൻസോ പർച്ചേസോ ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിനെ ബേസ് ചെയ്തിട്ട് ആ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് ത്രൈവ് ചെയ്യുന്നത്, ലീവ് ഓൺ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ഓരോ ഓർഗനൈസേഷനിലും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള പുതിയ ഇന്നോവേറ്റീവ് ക്രിയേഷൻ കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരെയായിരിക്കും നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ ആ എംപ്ലോയീസിൻ്റെ ടാലൻറ്റും ആ എംപ്ലോയീസിൻ്റെ ക്രിയേറ്റിവിറ്റി ബേസ് ചെയ്തിട്ടിരിക്കും ആ ഓർഗനൈസേഷൻ പുറത്തോട്ട് മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്ന ഓരോ അഡ്വർടൈസ്മെൻറ്റ്സും. ആ അഡ്വർടൈസ്മെൻറ്റ്സിലോട്ട് പബ്ലിക്കിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ഈ എംപ്ലോയീസിൻ്റെ ടാലൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് പറയുകയാണെങ്കിൽ, അതായത് എനിക്കൊന്ന് ടാറ്റ ഡോകോമോൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നുന്നു, ഒരു പട്ടിക്കുട്ടീനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അത് അത്രയ്ക്ക് നല്ലൊരു പോപ്പുലാരിറ്റി ലഭിച്ചു. കാരണം അതിൻ്റെ ക്രിയേറ്റിവിറ്റി, ആ ഒരു പട്ടിക്കുട്ടീനെ ബേസ് ചെയ്തിട്ട് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ക്രിയേറ്റിവിറ്റി, അതിൽ കൊണ്ടുവന്ന ഐഡിയാസ്, ഇൻവോൾവ്മെൻറ്റ്, അത് അത്രയ്ക്കും പോപ്പുലാരിറ്റി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മാർക്കറ്റിങ്ങിൽ അത് പോപ്പുലാരിറ്റി നേടിയെടുക്കാൻ കാരണം അത് കൊണ്ടുവന്ന ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നത് ആരാണ്? ആ ടാലൻറ്റ് കൊണ്ടുവന്നത് ആരാണ്? അതിലൊരു ചേഞ്ചസ് കൊണ്ടുവന്നത് ആരാണ്? ആ ഓർഗനൈസേഷൻ വർക്കുന്ന എംപ്ലോയീസിന്. അപ്പോൾ ഇതുകൊണ്ടാണ് പറയുന്നത് ഓർഗനൈസേഷൻ വർക്കുന്ന എംപ്ലോയീസിനെ ബേസ് ചെയ്തിട്ടിരിക്കും ആ ഓർഗനൈസേഷൻ്റെ മെയിൻ ഫങ്ഷനിങ്. ഓർഗനൈസേഷൻ്റെ ഫിനാൻസ് ആയാലും ഓർഗനൈസേഷൻ, ആ ഒരു ബിസിനസ് ഫേമിൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും അതിനെ എല്ലാത്തിനെയും റിലേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ എംപ്ലോയീസ് ആണ്. ഈ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ ആണ്. എങ്ങനെയാണ് ഫിനാൻസിൽ ഇതായിട്ട് റിലേറ്റ് വരുന്നത്? ഏതൊക്കെ പുതിയ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ മാർക്കറ്റ് ഷെയർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, ഏതൊക്കെ പുതിയ പ്രൊജക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, ഏതൊക്കെ പുതിയ പ്രൊജക്റ്റ് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണം, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ഇതിനൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആരാണ്? ഓർഗനൈസേഷൻ വർക്കുന്ന എംപ്ലോയീസ് ആണ്. ഇതിൻ്റെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന ആരാണ്? ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഓർഗനൈസേഷൻ എവിടെയാണ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരേണ്ടത്, എവിടെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ തീരുമാനമെടുക്കുന്ന ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്, ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. ഈ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത് ആ ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് ദ ഹ്യൂമൻ റിസോഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ദി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ഓർ ഇറ്റ് ഈസ് കോറിലേറ്റഡ് ടു ഓൾ അതർ സിസ്റ്റംസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ സിസ്റ്റം അപ്രോച്ച് നമ്മൾ പറയുന്നത് ഓർഗനൈസേഷൻ നമ്മളൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ സബ് സിസ്റ്റമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോറിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഓർഗനൈസേഷൻ്റെ സബ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫിനാൻസ് ആയാലും മാർക്കറ്റിംഗ് ആയാലും പ്രൊഡക്ഷൻ ആയാലും പർച്ചേസ് ആയാലും. താങ്ക് യു ഓൾ.